നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ദില്ലിയിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചും ഗൗരവമേറിയ ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഒരു നിർണായക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെയും സംഘർഷ സാധ്യതകളുടെയും പശ്ചാത്തലത്തിൽ അയൽരാജ്യമായ നേപ്പാളിൽ നിന്നുള്ള ചില യുവാക്കൾ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പുറത്തുവിട്ട വീഡിയോകൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്ത് നടന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങൾ ദില്ലിയിലും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ജന്തർ മന്ദർ പ്രതിഷേധത്തിലും കലാപത്തിലും പങ്കുചേരുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന വീഡിയോകൾ ദേശീയ സുരക്ഷാ ഏജൻസിയുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പ്രത്യേക ശ്രദ്ധയിലുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രചരിപ്പിച്ച ഈ ദൃശ്യങ്ങൾ ദില്ലി പോലീസിനെയും കേന്ദ്ര സർക്കാരിനെയും അതീവ ജാഗ്രതയിലാക്കിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ദില്ലിയിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി അധിക സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുകയാണ്. വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 30 കമ്പനി സായുധ പോലീസിനെയാണ് ദേശീയ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിന്യസിച്ചിട്ടുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഉള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ദില്ലിയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവത്തെ അധികാരികൾ കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ ഒത്തുകൂടൽ ആക്രമണങ്ങളും തടയാനും കർശനമായ നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. ദില്ലിയിലെ ജന്തർ മന്ദറിൽ തുടരുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ നിന്ന് പുറത്തുവരുന്ന ചില ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലാകുകയും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളി യുവാക്കളുടേതെന്ന് കരുതുന്ന ഈ വീഡിയോകൾ ദില്ലിയിലെ സംഭവ വികാസങ്ങൾ തങ്ങളുടെ രക്തം തിളപ്പിക്കുന്നുണ്ടെന്നും ഇത്തരം പ്രതിഷേധങ്ങളെ തങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്നുമാണ് വ്യക്തമാക്കുന്നത്. നേപ്പാളിൽ അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ഭരണമാറ്റത്തിന് സമാനമായ രീതിയിൽ ഇന്ത്യയിലെ സർക്കാരും വ്യവസ്ഥകളും മാറണമെന്നാണ് ഈ യുവാക്കൾ വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നത്. അയൽരാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനും ദില്ലിയിലെ ക്രമസമാധാന നില തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താനും ഇവർ മുതിർന്നത് അതീവ ഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ വീക്ഷിക്കുന്നത്. തങ്ങൾ തീർച്ചയായും ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തേക്ക് നേരിട്ടെത്തുമെന്നും കലാപത്തിൽ പങ്കാളികളാകുമെന്നും ഇവർ പരസ്യമായി ഭീഷണി മുഴക്കുന്നുമുണ്ട്. പുറത്തുനിന്നുള്ള ശക്തികൾ ദില്ലിയുടെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ബോധപൂർവ്വം നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരം പ്രചാരണങ്ങൾ എന്നാണ് പ്രാരംഭ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ പ്രകോപനങ്ങൾ ദില്ലിയിലെ ജനങ്ങൾക്കിടയിലും ആശങ്ക പരത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വീഡിയോയുടെ ഉറവിടത്തെക്കുറിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിലുള്ള ഗൂഢാലോചനകളെക്കുറിച്ചും ദില്ലി പോലീസ് സൈബർ സെൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ തലസ്ഥാനമായ ദില്ലിയിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെയും സാമൂഹിക മുന്നേറ്റങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ജന്തർ മന്ദർ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദിവസേന എന്നോണം നിരവധി സംഘടനകളും വ്യക്തികളും ഇവിടെ ഒത്തുകൂടാറുണ്ട്. എന്നാൽ സമീപകാലത്തായി ഈ പ്രദേശത്ത് നടന്നുവരുന്ന ചില പ്രതിഷേധങ്ങൾ സമാധാനപരമായ പ്രകടനങ്ങൾ എന്നതിലുപരി വലിയ സംഘർഷങ്ങളുടെ സാധ്യതകളിലേക്ക് വഴിമാറുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ മറവിൽ ചില നിശ്ചിത താൽപര്യക്കാർ ജനങ്ങളെ ഇളക്കിവിടാനും പൊതുമുതൽ നശിപ്പിക്കാനും ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ഇത്തരത്തിലുള്ള സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ അയൽരാജ്യമായ നേപ്പാളിലെ ചില യുവാക്കളെ ആകർഷിച്ചിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിറങ്ങേറിയ ജനകീയ പ്രക്ഷോഭങ്ങളുടെ മാതൃക ദില്ലിയിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന വ്യാമോഹത്തിലാണ് ഇവർ ദില്ലിയിലെ സമരങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങളിൽ ഇന്ധനം പകരുന്ന തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ദില്ലിയുടെ സമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമായാണോ എന്ന് അധികാരികൾ സംശയിക്കുന്നുമുണ്ട്. പൊതുജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തെയും നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെയും സാരമായി ബാധിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇവിടുത്തെ സമരങ്ങൾ രൂപപ്പെടാറുള്ളത്. ഈ സാഹചര്യം മുതലെടുത്ത് അക്രമങ്ങൾ അഴിച്ചുവിടാൻ പുറത്തുനിന്നുള്ളവരും സാമൂഹ്യ വിരുദ്ധ ശക്തികളും പദ്ധതി ഇടുന്നുണ്ടോ എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് മുൻകരുതൽ നടപടികൾ കർശനമാക്കിയിരിക്കുന്നത്. ജന്തർ മന്ദറിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകളും കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ക്രമസമാധാന തകർച്ചയോ ഉണ്ടാകുന്നത് തടയുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സായുധ പോലീസ് സേനയെ അടിയന്തരമായി വിന്യസിച്ചുകൊണ്ട് ഭരണകൂടം കർശനമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്തിന്റെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 30 കമ്പനി സായുധ സേനാംഗങ്ങളെയാണ് ദില്ലിയിലേക്ക് പ്രത്യേകമായി അയച്ചിട്ടുള്ളത്. ദില്ലിയുടെ അതിർത്തി പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ജന്തർ മന്ദർ പോലെയുള്ള നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലും ഈ സേനയെ വിന്യസിച്ചു കഴിഞ്ഞു.
പ്രാദേശിക പോലീസിന്റെ മാത്രം സുരക്ഷാ സംവിധാനങ്ങൾ പോരാതെ വരുമെന്ന് കണ്ട് കേന്ദ്ര സേനയെ കൂടി കളത്തിലിറക്കിയത് ദില്ലിയിലെ നിലവിലെ സാഹചര്യം എത്രത്തോളം ഗൗരവമേറിയതാണെന്നത് വ്യക്തമാക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാരെയും കലാപകാരികളെയും കർശനമായി നേരിടാൻ കേന്ദ്ര സേനയ്ക്ക് ഉയർന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. നഗരത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൂർണ്ണമായ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ദില്ലിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 30 കമ്പനി സേനാംഗങ്ങളാണ് ദേശീയ തലസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചുമതലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രമുഖ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത വിന്യാസമാണ് ഇപ്പോൾ ദില്ലിയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സേനാംഗങ്ങളെ നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗമായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ നിന്നാണ്. CRPFന്റെ 18 കമ്പനി സേനകളെയാണ് ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രമസമാധാന പാലനത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. കലാപങ്ങളെയും വലിയ തോതിലുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ അതീവ വൈദഗ്ധ്യമുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ 6 കമ്പനി യൂണിറ്റുകളും ദില്ലിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നുള്ള 3 കമ്പനി സേനാംഗങ്ങളെയും സുരക്ഷാ ചുമതലകൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡിൽ പോലീസിന്റെ 1 കമ്പനിയും സശസ്ത്ര സീമാ ബലിന്റെ 2 കമ്പനി സേനയും ഈ സുരക്ഷാ സന്നാഹത്തിന്റെ ഭാഗമായി ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളുടെ കൃത്യമായ ഏകോപനം നഗരത്തിൽ യാതൊരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ദില്ലി പോലീസിനും ഭരണകൂടത്തിനും വലിയ കരുത്ത് പകരുന്നതാണ്. ദില്ലിയിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ നിന്നുള്ള യുവാക്കൾ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സൗഹൃദപരവും സാംസ്കാരികപരവുമായ ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രകോപനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അയൽരാജ്യത്തെ ചില വ്യക്തികളുടെ പ്രസ്താവനകളെ മാത്രം അടിസ്ഥാനമാക്കി എല്ലാ നേപ്പാളി പൗരന്മാരെയും സംശയത്തോടെ കാണാൻ കഴിയില്ല എങ്കിലും അതിർത്തി കടന്നിട്ടുള്ള ഇത്തരം സ്വാധീനങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും കലാപങ്ങൾ സൃഷ്ടിക്കാൻ വിദേശ പൗരന്മാർ ശ്രമിക്കുകയും ചെയ്യുന്നത് ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നത് സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കൂടുതൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അനധികൃത കടന്നുകയറ്റങ്ങളും വ്യാജ പ്രചാരണങ്ങളും തടയുന്നതിനായി ഇന്റലിജൻസ് വിഭാഗം അതീവ ജാഗ്രത പാലിക്കുന്നുമുണ്ട്. ദില്ലിയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പാതകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും സംശയാസ്പദമായ രീതിയിലെത്തുന്ന വിദേശ പൗരന്മാരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സമാധാനത്തിനും എതിരായി ഉയരുന്ന ഏത് ബാഹ്യശക്തികളുടെയും നീക്കങ്ങളെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാനായി സർക്കാരിന്റെ തീരുമാനം. ജന്തർ മന്ദറിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് മുൻകൂട്ടി വിവരം ശേഖരിക്കുന്നതിലും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിലും ദില്ലി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. നേപ്പാളി യുവാക്കളുടെ വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെ നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ തിരിച്ചറിഞ്ഞു വരുന്നു. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദില്ലിയിലേക്ക് എത്തുന്ന പുതിയ ആളുകളെയും ഹോട്ടലുകൾ, ലോഡ്ജുകൾ എന്നിവയിൽ താമസിക്കുന്നവരെയും കുറിച്ച് കൃത്യമായ പരിശോധനകൾ നടത്താൻ പോലീസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജന്തർ മന്ദർ പരിസരത്ത് രഹസ്യ ക്യാമറകളും നിരീക്ഷണ സംവിധാനങ്ങളും വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അസാധാരണമായ ഒത്തുകൂടലോ സംശയാസ്പദമായ നീക്കങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഇടപെടാൻ സായുധ സേനയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ നഗരത്തിലെ ക്രമസമാധാനം ഉറപ്പാക്കാനാണ് ദില്ലി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ എവിടെയും റോന്തു ചുറ്റലുകളും പരിശോധനകളും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അടുത്തിടെയായി നടന്നുവരുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പലപ്പോഴും സമാധാനപരമായ ചട്ടക്കൂടുകൾ ലഘൂകരിച്ച് ആക്രമണങ്ങളിലേക്ക് വഴിമാറുന്ന പ്രവണത ആശങ്കാജനകമാണ്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും പൊതുമുതൽ നശിപ്പിക്കാനും ചില സംഘടനകൾ ബോധപൂർവം ശ്രമിക്കുന്നുമുണ്ട്. ജന്തർ മന്ദറിലെ സമരങ്ങളും ഇത്തരം നിശ്ചിത താൽപര്യക്കാരുടെ പിടിയിൽ അമരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അയൽരാജ്യമായ നേപ്പാളിലെ കലാപങ്ങളെ മാതൃകയാക്കാൻ ആവശ്യപ്പെടുന്ന യുവാക്കളുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഗൂഢ നീക്കങ്ങളാണ്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്കുള്ള അവകാശം ഇന്ത്യൻ സംസ്കാരം പൗരന്മാർക്ക് നൽകുന്നുണ്ട് എങ്കിലും അതിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടുന്നതിനും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതിനും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കിടയിൽ ഭീതി പരത്താനും രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയെ പിന്നോട്ട് അടിക്കാനുമാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിലെ സമാധാനാന്തരീക്ഷം തകരുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിനാൽ അത്തരം അക്രമ രാഷ്ട്രീയ പ്രവണതകൾ
നടപടികൾക്കെതിരെ ശക്തമായ സാമൂഹിക ജാഗ്രതയും ഭരണകൂടത്തിന്റെ കർശനമായ ഇടപെടലുകളും അത്യന്താപേക്ഷിതമാണ്. ദില്ലിയിലെ ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് നടക്കാനിരിക്കുന്ന പ്രതിഷേധങ്ങളുടെയും അതിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന നേപ്പാളി യുവാക്കളുടെ പ്രകോപനമായ വീഡിയോകളുടെയും ഗൗരവം ദേശീയ തലസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ അടിമുടി മാറ്റി ചിന്തിപ്പിച്ചിരിക്കുകയാണ്. അയൽരാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന വ്യാമോഹത്തോടെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രവണതകളെ ഒരു കാരണവശാലും വെച്ചുറപ്പിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് CRPF, RAF, BSF, ITBP, SSB തുടങ്ങിയ പ്രമുഖ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത വിന്യാസം നഗരത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഏറെ സഹായകരമാകും. ദില്ലി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തുന്ന കർശന നിരീക്ഷണങ്ങളും പരിശോധനകളും ഏതൊരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ഭരണകൂടത്തെ പ്രാപ്തമാക്കിയിരിക്കുന്നു. വിദേശ ശക്തികളുടെയോ സാമൂഹ്യ വിരുദ്ധരുടെയോ ഭാഗത്തു നിന്നുള്ള ഏതുതരം ഗൂഢനീക്കങ്ങളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കർശന നടപടികൾ തുടരേണ്ടതുണ്ട്. ദില്ലിയിലെ സമാധാനവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയും ഉറപ്പാക്കുക എന്നതും സർക്കാരിന്റെയും സുരക്ഷാ സേനകളുടെയും പ്രഥമ പരിഗണനയായി തുടരുമെന്ന് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. ദേശസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം ഒത്തുകൂടലുകളെയും ആഹ്വാനങ്ങളെയും സമൂഹം ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.